ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് കാണാവേ. അപ്പോൾ ഒത്തിരി ദിവസമായി കേട്ടോ ഇതുപോലൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ടിട്ട്. കാരണം ടൈമൊന്നും തീരെ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പോൾ എന്തായാലും ഇന്നെങ്കിലും ഒരു വ്ളോഗ് ഇടണമെന്ന് ഓർത്ത് എടുത്താണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇതിൽ നല്ല റെസിപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണം. ചീരയും ചക്കക്കുരുവൊക്കെ കൊണ്ട് ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഒരു ഒഴിച്ചുകറി ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. നാടൻ കറിയില്ല, നമ്മുടെ പഴയ കാലത്തുള്ള ആ ഒരു കറിയുടെ റെസിപ്പിയുണ്ട്. പിന്നെ നമ്മുടെ അങ്ങനെ കുറച്ച് റെസിപ്പീസൊക്കെ ആയിട്ട് നമ്മുടെ നല്ലൊരു ദിവസം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ ആ ലൈക്കും കൂടെ അങ്ങൊന്ന് അമിക്കേക്കുന്നേ. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ദിവസത്തിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ ഇതാ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ് കേട്ടോ. കുറച്ച് വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. കാരണം നമുക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസങ്ങളല്ലേ, അപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങാമല്ലോ. പിന്നെ മോന് മദ്രസയിൽ പോകണേ. അപ്പോൾ ഇതാ രാവിലെ അവന് അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇന്ന് പാലപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ പാലപ്പത്തിന് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല. കാരണം ഇന്നലത്തെ മീൻകറി കുറച്ചുണ്ടായിരുന്നേ. അപ്പോൾ അതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നല്ല പാലപ്പം ചുട്ടെടുക്കുകയാണ്. ആദ്യം ഒന്ന് ചുട്ടപ്പം ആ ചട്ടിയിൽ കുറച്ച് പിടിച്ച് കേട്ടോ. പിന്നെ കുറച്ച് എണ്ണ തടവിയിട്ട് രണ്ടാമത് ചുട്ടെടുത്തപ്പം നന്നായിട്ട് കിട്ടി. നല്ല പെർഫെക്റ്റായിട്ട് പാലപ്പം കിട്ടി. ഇന്നലത്തെ മാവായിരുന്നേ. ഇപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് മാവാണ്. അപ്പോൾ 2-3 പൊറോട്ടയും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഇന്ന് നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പം തികഞ്ഞില്ലെങ്കിൽ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ പൊറോട്ട എടുക്കേണ്ട കാര്യം വന്നില്ല കേട്ടോ. കാരണം പിന്നെ പറയാവേ. അങ്ങനെ ഇതാ നമ്മൾ പാലപ്പം ചുട്ടെടുത്തു. മോനും നമ്മുടെ കുഞ്ഞു മോളും എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൾക്കും കൂടെയുള്ള 2 അപ്പം ചുട്ടെടുത്തു. പിന്നെ ഉമ്മച്ചി അവിടെ നല്ല കാപ്പി വയ്ക്കുന്നുണ്ട് കേട്ടോ രാവിലെ. ഉമ്മച്ചിക്കും അപ്പച്ചിക്കും നിർബന്ധം കേട്ടോ രാവിലെ കാപ്പി കുടിക്കണമെന്നുള്ളത്. അപ്പം നല്ല കട്ടൻ കാപ്പി വയ്ക്കുന്നുണ്ട് അവിടെ. പിന്നെ നമ്മൾ അപ്പമൊക്കെ കഴിച്ചു. മോനിതാ മദ്രസയിലേക്ക് വാപ്പിച്ച് കൊണ്ടുവിടാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അങ്ങനെ അവനെ ഇതാ മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടു. ഇനി ഇവളെ അകത്തോട്ട് കയറ്റണം കേട്ടോ. പുറത്ത് നിന്ന് അകത്ത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഒരു തരത്തിൽ അകത്തോട്ട് കയറ്റി കഥ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് നിന്നോളുമല്ലോ. അപ്പോൾ അവൾ അത് അപ്പം കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ വാപ്പിച്ചിയുടെ കൂടെ വണ്ടിയിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടത്തിലാണ് ആ നിൽക്കുന്നത്. പിന്നെ അവൾ അവിടെ നിന്ന് അപ്പം കഴിക്കുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് കിച്ചണിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ അങ്ങ് കഞ്ഞിക്കുള്ള അരി അങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മൾ അന്ന് മേടിച്ചുകൊണ്ട് വന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത്. ഇപ്പം മേടിച്ചിട്ട് ഒരു 2 ആഴ്ചയൊക്കെ ആവുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വളർന്നു വരുന്നുണ്ട്. കളർ കോഴിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ കണ്ടപ്പം മേടിച്ചുകൊണ്ട് വന്നതാണ്. എൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് മേടിച്ചതാണ്. ഇത് ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു കളർ കോഴിക്കുഞ്ഞുങ്ങൾ മേടിക്കുന്നതൊക്കെ ആയിട്ട്. അപ്പം നല്ല രസം തോന്നി. മക്കളുടെ വഴക്ക് കൊണ്ട് മേടിച്ചാണേ. ഇനിയിപ്പോൾ കോഴിക്കൂടൊക്കെ പണിയണം. അപ്പം ഈ കോഴി വളരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് പണിയാമെന്ന് പറഞ്ഞാൽ കേട്ടോ. പക്ഷേ വളരുന്നുണ്ട് കേട്ടോ. ആ കളറ് മാറി ചിറകൊക്കെ വയ്ക്കുന്നുണ്ട്. ചിറകിന് വെള്ള കളറൊക്കെ വരുന്ന കണ്ടില്ലേ. അതിൻ്റെ ഒറിജിനൽ കളർ വെള്ളയാണ്. അതിനിങ്ങനെ കളർ പൂശിക്കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ മോള് അവിടെ പരിചരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല നല്ലൊരു ചീരയും ചക്കക്കുരുവും കൂടി ഇട്ട് ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ഒരു കറി ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിനായിട്ട് ഉമ്മച്ചി ഇതാ ചക്കക്കുരു ഒരുക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ചക്ക നമുക്ക് കിട്ടിയായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് ചുള മാറ്റിയിട്ട് ചക്കക്കുരു ഒരുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അത് വേവിക്കാനായിട്ട് ഒരു ചെറിയ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് അതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ചക്കക്കുരുവിന് വേവുണ്ടല്ലോ. അപ്പോൾ ചക്കക്കുരു ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇതാ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ മീൻ വിൽക്കുന്ന അയക്കാൻ വന്നു കേട്ടോ. അപ്പോൾ മീൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മച്ചി പോയി നോക്കിയപ്പം മത്തി ഉണ്ടായിരുന്നു. പിന്നെ അയിലയോ വേറെ എന്തൊക്കെയോ മീനുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ മത്തിയായിരുന്നു, വലിയ മത്തി തന്നെ മേടിച്ചേ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മത്തിക്ക്. അങ്ങനെ 1 കിലോ മത്തി മേടിച്ചു. അങ്ങനെ ഇതാ മത്തിയാണ് ഇന്ന് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത്. തേങ്ങ അരച്ചിട്ട് മാങ്ങ ഇട്ട് വയ്ക്കാമെന്ന് ഓർത്തു കേട്ടോ. ഇപ്പോൾ പച്ച മാങ്ങയുടെ സീസണല്ലേ. അപ്പോൾ ഏത് കറി വെച്ചാലും ഒരു പച്ച മാങ്ങ ചുവ തന്നെയാണ് എല്ലാ വീടുകളിലും അല്ലേ. അങ്ങനെ ഇതാ നമ്മൾ മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ച് മത്തി മേടിച്ച് വെച്ചു. പിന്നെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോളാണ് കേട്ടോ മുമ്പന്തിയിൽ നിൽക്കുന്നത്. മീൻ മേടിക്കാൻ ഇറങ്ങാനാണെങ്കിലും പൈസ കൊടുക്കാനാണെങ്കിലും ഒക്കെ. അങ്ങനെ ഇതാ പൈസയൊക്കെ കൊടുത്ത് ബാലൻസ് മേടിക്കാൻ വേണ്ടി ആൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ബാലൻസൊക്കെ മേടിച്ചു. നമ്മുടെ മീൻ വിൽക്കുന്ന ഇക്കായിട്ട് കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറി കേട്ടോ. അപ്പോൾ ഡെയിലി ഇവിടെ മീൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ ഇക്ക. അപ്പോൾ ടൗണിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ നമ്മളിത് ഇക്കടയിൽ നിന്നാണ് കേട്ടോ മീൻ മേടിക്കുന്നത്. അങ്ങനത്തെ മീനൊക്കെ മേടിച്ച് വെച്ചു. ഇനിയിപ്പം ഇതാ ഉമ്മച്ചി ചീര ഒന്ന് പറിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ പറമ്പിൽ അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് ചുമല ചീര നിൽപ്പുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് ഈ ഒരു ചീരയുടെ റെസിപ്പി വെക്കാമെന്ന് പറഞ്ഞ് ഉമ്മച്ചി ചക്കക്കുരു ഒക്കെ റെഡിയാക്കി എടുത്തത്.
അപ്പം എന്താ ചീരയൊക്കെ പറിച്ചെടുക്കുക. നമ്മൾ നട്ടു വെച്ചതൊന്നുമല്ല കേട്ടോ, എവിടെ നിന്നൊക്കെയോ വിത്ത് വീണ് അങ്ങനെ ഉണ്ടായതാണേ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കൃഷികളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതാ നമ്മൾ ചീരയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ഇങ്ങനെ പുഴുക്കുത്തൊക്കെ ഉള്ള ഇലയുണ്ട്, അതൊക്കെ കളഞ്ഞിട്ടെടുക്കുമ്പം അത്രയില്ല കേട്ടോ. പിന്നെ അങ്ങനെ എല്ലായിടത്തും നമ്മുടെ മോള് ഹാജരാണേ. അപ്പോൾ അവൾക്ക് കത്രിക വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു വാശി പിടിച്ചത്. അങ്ങനെ ഇതാ ചീര ഒക്കെ ഉമ്മച്ചി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഇതാ നമ്മുടെ ചക്കക്കുരു ഒന്ന് വേവിക്കാനായിട്ട് അടച്ച് വയ്ക്കാം. ചക്കക്കുരു വേകുന്ന സമയം കൊണ്ട് ഇതാ നമ്മുടെ ചീരയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പുഴുക്കുത്തുള്ള ഇലയൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ആയിട്ടുള്ള ഇല മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ, അല്ലാത്തൊന്ന് എല്ലാം കളയുകയാണ്. അതിനെ കളഞ്ഞ് ചീരയൊക്കെ കഴുകി ഇതാ അരിഞ്ഞെടുക്കണം. ഇനിയിപ്പോൾ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു മോള് വെയിലത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വന്നതല്ലേ, അപ്പോൾ അവൾക്ക് ദാഹിക്കുന്നെന്ന് തോന്നേ. അപ്പം നല്ല പഴുത്ത മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, മൂവാണ്ടൻ മാങ്ങ. ഞാൻ അവൾക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ വെറുതെ ഇങ്ങനെ ചെത്തി കണ്ടിച്ചു കൊടുത്താൽ അവൾ കഴിക്കത്തില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉപ്പും മറ്റേ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കൊടുത്താൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്നിപ്പോൾ ജ്യൂസ് അടിച്ച് കൊടുക്കാമെന്ന്. അങ്ങനെ ഇതാ പഴുത്ത മാങ്ങ, നല്ല കളറുണ്ടല്ലേ ഈ മൂവാണ്ടൻ മാങ്ങയ്ക്ക്, നല്ല മധുരമുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതാ ജ്യൂസാക്കി എടുത്ത് മോൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. നല്ല കളറൊക്കെ ഉണ്ടല്ലേ, നല്ല ജ്യൂസായിരുന്നു. പക്ഷേ ഇവൾ ഇത്ര ഒന്നും കുടിക്കുകയില്ല. പക്ഷേ അവളുടെ നിർബന്ധത്തിന് വലിയ ഗ്ലാസ്സൊക്കെ എടുത്ത് നിറച്ചും വേണമെന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നുണ്ട്. പക്ഷേ അത്ര ഒന്നും കുടിക്കുകയില്ല കേട്ടോ. കുടിക്കുന്നതൊക്കെ കണ്ടാലും സന്തോഷമൊക്കെ കണ്ടാലും ഓർക്കും ഭയങ്കര ഇഷ്ടമാണ്, മൊത്തം കുടിക്കുമെന്ന്. അവൾക്ക് എന്താണോ അത്രയ്ക്ക് വലിയ താല്പര്യമില്ല ഈ മാങ്ങാപ്പഴത്തോടും മാങ്ങാപ്പഴത്തിൻ്റെ ജ്യൂസിനോടും. ചെനച്ച മാങ്ങ ഇങ്ങനെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എരിവാന്ന് തോന്നുന്നു ഇഷ്ടം. ഇങ്ങനത്തെ മധുരമുള്ള സാധനത്തെക്കാളും എരിവുള്ള ഐറ്റംസാണ് ഇവൾക്ക് ഇഷ്ടം. അങ്ങനെ നമ്മുടെ കുഞ്ഞുമോൾ അവിടെ ഇരുന്ന് ജ്യൂസ് കുടിക്കുന്നുണ്ട്. ഇനിയിപ്പം ഉമ്മച്ചി ഇതാ ചീര അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പം ചീര അരിഞ്ഞ് തീരാറായി. ഞാൻ പെട്ടെന്ന് പിന്നെ ഫോണും കൊണ്ട് പോയി വീഡിയോ എടുക്കുകയാണേ. അപ്പോൾ ഇതാ ചീര അരിഞ്ഞു. ഇതുപോലെ ചീരയും തണ്ടും എല്ലാം കൂടെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. ചീരത്തണ്ടും അതുപോലെ പരിപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മൾ കറി വയ്ക്കാറുണ്ട്, ചീരയിലേക്ക് ഇട്ടിട്ട്. പക്ഷേ ചക്കക്കുരു ഇട്ട് ഒഴിച്ചേറി വയ്ക്കുന്നത് നല്ലൊരു ടേസ്റ്റാണേ. മറ്റേതിങ്ങനെ ഉടച്ച് വയ്ക്കത്തില്ലേ, പരിപ്പും ചീരയൊക്കെ ഇട്ടിട്ട്, അതിലും ടേസ്റ്റായിട്ടാണ് എനിക്ക് ഈ ഒരു കറി തോന്നിയത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഞാൻ പണ്ട് ഇങ്ങനെ ചക്കക്കുരുവും ചീരത്തണ്ടും ഇട്ട് കറി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചീര എല്ലാം ഇട്ടിട്ട് അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഉമ്മച്ചി ഉണ്ടാക്കിയ കറി സൂപ്പറായിരുന്നു. അങ്ങനെ ചീരയൊക്കെ അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞിനെ മദ്രസയിൽ നിന്ന് വിട്ടു കേട്ടോ. അപ്പോൾ വാപ്പച്ചി പോയി മദ്രസയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവിടെ എന്തോ ഒരു ദുആ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിന് കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോനും ബിരിയാണി കിട്ടി. പിന്നെ വാപ്പച്ചി പോയതുകൊണ്ട് വാപ്പച്ചിക്കും കൊടുത്തു കേട്ടോ ബിരിയാണി. അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഇതാ ചിക്കൻ ബിരിയാണിയൊക്കെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് വന്ന പാടെ തന്നെ കുഞ്ഞുങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. അപ്പം മോളും ഐഷുമോളും കൂടെ കഴിക്കാം. മോള് മാംഗോ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് കുഞ്ഞിന് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഐഷുമോളും അയാനും കൂടെ ഇതാ നമ്മുടെ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ, നല്ല ബിരിയാണിയാണ് ആയിരുന്നേ. അപ്പം ഞാനൊരു ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് അങ്ങനെന്തോ ബിരിയാണി കഴിക്കാൻ തോന്നിയില്ല. പക്ഷേ ഇച്ചിരി ഒന്ന് ബിരിയാണി കണ്ടപ്പോൾ ഒരു ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ കച്ചമ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുമൊക്കെ വെച്ചിട്ട് കുഞ്ഞുങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ചീര അരിഞ്ഞതിട്ട് കൊടുക്കുവാണേ. ചീര ഇട്ട് കൊടുത്ത ഉടനെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ചീരയ്ക്ക് അധികം വേവില്ലല്ലോ. അപ്പോൾ ആ ചൂട് ചക്കക്കുരുവിൻ്റെ ആ ഒരു മിക്സിയിലിട്ട് ചീര ഇളക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇക്കായും എഴുന്നേറ്റ് വന്ന് കഴിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പം തികഞ്ഞില്ല പൊറോട്ട എടുക്കാമെന്ന്. പക്ഷേ പൊറോട്ട ഒന്നും എടുക്കേണ്ടി വന്നില്ല. ഇക്കായും ഐഷുമൊക്കെ ബിരിയാണി തന്നെയാണ് കേട്ടോ കഴിച്ചത്, എഴുന്നേറ്റ് വന്ന്. അപ്പോൾ ഇത് ഇക്കായും വന്നിട്ട് ബിരിയാണി കഴിക്കുകയാണ്. അങ്ങനെ ഇത് ബിരിയാണി കഴിച്ചിട്ട് ഇക്ക പിന്നെ കടയിലേക്ക് പോയി. ഇനിയിപ്പം നമ്മുടെ കറിക്കുള്ള അരപ്പ് ഉമ്മച്ചി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ വരുന്നതിന് മുമ്പ് മിക്സിയിൽ തേങ്ങ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് കേട്ടോ. ഇനിയിപ്പം അതിലേക്ക് ഒരു 1/4 ഭാഗം അരച്ചതിന് ശേഷം അതിലേക്ക് 2 ചെറിയ ഉള്ളിയും ചെറിയ ജീരകം, കുറച്ച് ചെറിയ ജീരകവും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുത്ത് ഇതാ വെന്ത് കിടക്കുന്ന ചീരയും ചക്കക്കുരുവിൻ്റെയും കൂട്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. മിക്കവാറും പഴയ ആൾക്കാരൊക്കെ വെക്കുന്ന ഒരു കറിയായിരിക്കും കേട്ടോ. ഉമ്മച്ചി ഈ കറി വെച്ചുകൊണ്ടിരുന്നപ്പോൾ പറയുവാണ് ഇവിടുത്തെ വാപ്പച്ചിയുടെ ഉമ്മാക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കറി കൂട്ടി മാത്രം ചോറുണ്ണും, വേറെ കറിയൊന്നും കഴിക്കില്ല. ഇത് അത്രയ്ക്ക് ഇഷ്ടമായതെന്ന് പറഞ്ഞാണ് ഈ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് ഈ കറി ഇപ്പം വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊന്ന് ചൂടായി ചക്കക്കുരുവും അതുപോലെ ചീരയും കൂടെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കിനും ഗ്യാസ് ഓഫാക്കി. പിന്നെ നമ്മൾ ഒത്തിരി തിളപ്പിച്ചൊന്നും എടുക്കണ്ട കേട്ടോ അരപ്പൊഴിച്ചതിന് ശേഷം.
പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടിയിട്ട് താളിച്ച് കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കഴിഞ്ഞപ്പം നല്ല അടിപൊളി ചക്കക്കുരുവും ചീരയും കൂടെ ഉള്ള നല്ല നാടൻ ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി കൂടി ഇരുന്ന് കുറുകും കേട്ടോ. ഇനിയും കുറുകിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒത്തിരി വെള്ളത്തിലും നല്ലത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന. അങ്ങനെ കറി റെഡിയായി കഴിഞ്ഞു. പിന്നെ നല്ല ചൂട് സമയമല്ലേ, അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഐസൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട്. അങ്ങനെ ഇന്ന് മാങ്ങാപ്പഴത്തിന് സീസൺ ആയതുകൊണ്ട് ഇപ്പം മാങ്ങാപ്പഴം കൊണ്ടിട്ടുള്ള ഐസാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. ചൂട് സമയത്ത് ഇതൊക്കെ ഒരെണ്ണം കഴിച്ചാൽ നല്ലൊരാശ്വാസമാണ്. അങ്ങനെ അത് എടുത്ത് നമ്മൾ കഴിച്ചു, എല്ലാവരും കഴിച്ചു. പിന്നെ നമ്മൾ ഇനിയിപ്പം മത്തി വെട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ആ മാങ്ങ എങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതെന്ന് ഞാനിപ്പം ഈ ഒരു മീൻ കറിയൊക്കെ വെച്ചതിന് ശേഷം കാണിച്ചു തരാവേ. ആ ഒരു റെസിപ്പി ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോൾ വീണ്ടും ഫില്ലാക്കി വെക്കണ്ടേ. അപ്പോൾ പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെ ഫില്ലാക്കി വെക്കാം, നിങ്ങളെ വീഡിയോയിൽ കാണിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മൾ മത്തിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം പകുതി പൊരിക്കാനെടുത്തു, പകുതി മാങ്ങായിട്ട് തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടി എടുത്തേ. അങ്ങനെ ഇതാ ഞാൻ പൊരിക്കാനുള്ളതൊക്കെ പുരട്ടി വെച്ചു. ഉമ്മച്ചി അത് കറി വയ്ക്കുന്നുണ്ട് കേട്ടോ മാങ്ങ ഇട്ടിട്ട്. ഇനിയിപ്പം ഞാൻ നമ്മുടെ ഐസൊക്കെ തിന്ന് തീർത്തല്ലോ, ഇനിയിപ്പം നാളെ കഴിക്കണ്ട. അതിന് വേണ്ടിയിട്ട് ഇതാ മാങ്ങ ഒന്ന് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. നല്ല പഴുത്ത മാങ്ങ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് നല്ല കളറും ഉണ്ട്, നല്ല മധുരം ഉണ്ടായിരുന്നേ. ഒരു 2-3 മാങ്ങ ഇതുപോലെ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തേ. പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ പാൽപ്പൊടി ഉള്ളതുകൊണ്ട് ഞാൻ പാൽപ്പൊടി ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നേരെ നമ്മുടെ നമ്മുടെ മോൾഡിലേക്ക്, ഇതിപ്പം ഐസ് ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുന്ന മോൾഡാണ് കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണേ. ചെറിയ പ്രൈസിന് എനിക്ക് 2 കോംബോ ഓഫറായിട്ട് കഴിഞ്ഞ വർഷം മേടിച്ചതാണ് കേട്ടോ. അപ്പം അതിങ്ങനെ എടുത്ത് വെച്ചിരുന്നു ചൂട് സമയത്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ തണ്ണിമത്തനും അതുപോലെ മുന്തിരിയും ഒക്കെ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കി വെക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അത് കുറച്ച് മോൾഡിൽ ഒഴിച്ച് വെച്ചു. പിന്നെ മോൾഡില്ലെങ്കിൽ ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചാൽ മതിയേ. സ്റ്റീൽ ഗ്ലാസ്സിൽ ഇതുപോലെ ഒഴിച്ചിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ഐസിൻ്റെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു സ്പൂണില്ലേ, ചെറിയ സ്പൂണ് ഒന്ന് വെച്ച് കൊടുത്താലും മതി. അങ്ങനെ അതും റെഡിയാക്കി ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് കട്ടയായിട്ടുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാവേ. അങ്ങനെ ഫ്രീസറിൽ വെച്ചു. ഇതാ പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ചൊരു 8 മണിക്കൂറെങ്കിലും ഇരിക്കണം, എങ്കിലും അത് നല്ല കറക്റ്റായിട്ട് കിട്ടത്തുള്ളേ. അങ്ങനെ പിറ്റേ ദിവസം ഇതുപോലെ നല്ല ചൂടായപ്പം എടുത്തു കഴിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മുടെ കുഞ്ഞു രാജകുമാരി കുളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുളിച്ച് തോർത്ത് കൊണ്ട് വിരിച്ചിടാൻ വേണ്ടി പോവുകയാണേ. ആൾക്ക് ഇങ്ങനത്തെ ജോലികളൊക്കെ തന്നെ ചെയ്യണം കേട്ടോ, നമ്മളെ കൊണ്ടൊന്നും അങ്ങനെ ചെയ്യിക്കത്തില്ല, അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. അങ്ങനെ ഞാനിതാ അവളുടെ തോർത്ത് പിന്നെ അവൾ തന്നെ കസേരയിലൊക്കെ വിരിച്ചിട്ടു. ഇനിയിപ്പോൾ അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിനക്ക് ബിരിയാണി വേണോ അതോ നല്ല മത്തി പൊരിച്ചതും മീൻ കറിയൊക്കെ കൂട്ടി ചോറ് വേണമെന്ന്. ആളൊരു മീനിൻ്റെ ഫാൻ ആയതുകൊണ്ട് എന്നെ ഒന്നും ആലോചിക്കാതെ പറഞ്ഞു എനിക്ക് മത്തി പൊരിച്ചതും മീൻ കറിയും ചോറും മതിയെന്ന്. അങ്ങനെ അവൾക്ക് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് നല്ല മത്തി പൊരിച്ചതും ചോറും കുറച്ച് മീൻചാറും ഒക്കെ ഒഴിച്ചിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടി പോവുകയാണേ. പിന്നെ മത്തി ആയതുകൊണ്ട് നല്ല മുള്ളല്ലേ, അതുകൊണ്ട് മീൻ കറിയുടെ മീൻ കൊടുക്കുന്നില്ല. പൊരിച്ചത് 2 എടുത്തിട്ടുണ്ട്, അവളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ മീൻ പൊരിച്ചത്. പിന്നെ ചീരയും നമ്മുടെ ചക്കക്കുരും കൂടെ ഉള്ള ആ കറി വെച്ചു. നല്ല നാടൻ കറിയല്ലേ, കുഞ്ഞുങ്ങൾ കൂട്ടി പഠിക്കട്ടെ. ചീരക്കറി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനങ്ങ് വാരി കൊടുക്കാം, അതാകുമ്പോഴത്തേനും ആ കറി എല്ലാം കൂട്ടിയിട്ട് അങ്ങ് കൊടുക്കാമല്ലോ എന്ന്. അപ്പോൾ ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി തുടങ്ങുവാണേ. പിന്നെ ഞാൻ പറഞ്ഞു പുറത്ത് പോയി നമുക്ക് പൂച്ചേനെയൊക്കെ കണ്ട് കഴിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ പുറത്ത് നമ്മുടെ അടുക്കള വാതിക്കൽ പോയി ഇരുന്നിട്ട് മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് അവൾക്ക് ചോറ് കൊടുത്തു കേട്ടോ. പിന്നെ അവളുടെ ചോറ് കഴിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും കൂടെ അങ്ങ് ഉണ്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ചക്കക്കുരുക്കറി കൂട്ടിയിട്ട് ആദ്യം ഒന്ന് കഴിക്കുവാണ് കേട്ടോ, ആ ഒരു കറിയുടെ ടേസ്റ്റ് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ചോറ് ആ ചക്കക്കുരുക്കറി മാത്രം കൂട്ടി, ചീരയും ചക്കക്കുരുവും കൂടെ ഉള്ള കറി മാത്രം കൂട്ടി കഴിച്ചതിന് ശേഷം പിന്നെ മാങ്ങായിട്ട് വെച്ച മത്തിക്കറിയും മത്തി പൊരിച്ചതൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി പോവുകയാണേ. അങ്ങനെ കഴിക്കാൻ വേണ്ടി വന്നിരുന്നപ്പം എവിടുന്നോ ഒരു പൂച്ച ഓടി വന്നു, അതിന് വിശക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അതിന് കുറച്ച് മീനും ചോറും കൂടി ഇട്ട് കൊടുത്തു. വിശക്കുന്നതെന്ന് ഓർത്തു, പക്ഷേ ആൾ മീൻ കണ്ടിട്ട് വന്നതാണ് കേട്ടോ. മീൻ മാത്രമേ കഴിച്ചുള്ളൂ, ചോറ് അവിടെ വെച്ചിട്ട് പോയി. പിന്നെ ആരോ വന്ന് ആ ചോറൊക്കെ കഴിച്ചു, ഈ പൂച്ച തന്നെ ആയിരിക്കും. അങ്ങനെ ഞാൻ പിന്നെ അകത്ത് പോയിട്ട് ചോറൊക്കെ കഴിക്കുകയാണ്.
വലിയ മത്തി ആയതുകൊണ്ടാണ് കേട്ടോ മേടിച്ചത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വലിയ മത്തി കഴിക്കാനായിട്ട് കുഞ്ഞു മത്തീനേക്കാളും. അങ്ങനെ ഇതാ നമ്മൾ ചോറൊക്കെ ഉണ്ണാണ്. മോള് ഞാൻ ചോറുണ്ടെന്ന് കണ്ടുകൊണ്ട് ഉമ്മിയുടെ വീഡിയോ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് വന്ന് ഇതാ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവളിതാ എനിക്ക് വീഡിയോ എടുത്ത് തന്നാണ് ഞാൻ കഴിക്കുന്നത്. ഞാനല്ലേ സാധാരണ മൊബൈലും പിടിച്ച് എല്ലാവരും പുറകെ നടക്കുന്നത്. അവൾ എൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് പോയി വീഡിയോ എടുക്കുന്ന പരിപാടിയിലാണ്. അങ്ങനെ ഞാൻ ചോറുണ്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞതാ നമ്മൾ കുഞ്ഞ് വാപ്പിച്ച് കടയിലേക്ക് പോകുമ്പോഴത്തേനും പോകാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ. രാവിലെ അവൾ ഒരു ഉന്നം വെച്ചതാണ് പോകാൻ, അത് പറ്റിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ. വാപ്പിച്ച് കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയിൽ കയറി പോകാൻ. അങ്ങനെ ഇതാ വാപ്പിച്ചിയായിട്ട് കുഞ്ഞ് വണ്ടിയിലോട്ട് കയറി പോകാൻ വേണ്ടി കടയിലേക്ക് പോവാണ്. അപ്പോൾ തിരിച്ച് ഇക്ക വരുമ്പം ഇക്കയുടെ കൂടെ ഇങ്ങ് പോരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കയറി പോകുന്നത്. അങ്ങനെ ആളിതാ വണ്ടിയിലൊക്കെ കയറി പോകുന്നു. അടുത്ത് തന്നെ കേട്ടോ, ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ കട. അപ്പം ഇതാ വാപ്പിച്ചിയായിട്ട് കുഞ്ഞ് വണ്ടിയിൽ കയറിപ്പോയി. പിന്നെ അങ്ങനെ ഉച്ചയ്ക്കത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഇക്കായും പിന്നെ അയാൻകുട്ടനും കടയിൽ പോയിട്ടുണ്ടായിരുന്നേ. അവനും കൂടെ വന്ന് ചോറൊക്കെ ഉണ്ട്. ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഇക്ക വണ്ടി കഴുകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കിനും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ ഇല്ലേ എടുത്ത് പുറത്തോട്ട് നിർത്തി കേട്ടോ. അതാകുമ്പോൾ കുറച്ച് കാലും കൈയൊക്കെ ആടട്ടെ, ഓടിക്കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പുറത്തോട്ട് നിർത്തി. അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ ഇതാ അവിടെ കൂടെയൊക്കെ ഓടിക്കളിച്ച് നടക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷം കോഴികൾക്ക് ആ ഒരു കൂട്ടിൽ നിന്ന് ഇറക്കി പുറത്തോട്ട് വിട്ടപ്പോഴത്തേക്കിനും. പക്ഷെ പുറത്ത് അങ്ങനെ വിടാനും പറ്റത്തില്ല, നമ്മളിങ്ങനെ നോക്കി നിൽക്കണം. ഇവിടെ പട്ടിയും പൂച്ചയും അതുപോലെ പിന്നെ വേറെ എന്തൊക്കെയോ ജീവികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നമ്മൾ വിട്ടാൽ തന്നെ ഇങ്ങനെ നോക്കി കണ്ണെടുക്കാതെ നിൽക്കണേ. പിന്നെ നമ്മൾ വെള്ളം ഒക്കെ കുറച്ച് വെച്ച് കൊടുത്തു, ചോറൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ അത് കോഴിക്കുഞ്ഞുങ്ങൾ ചോറും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പയ്യെ കൂട്ടിലോട്ട് കയറ്റിയേ. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പുറത്തുകൂടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിൽക്കാൻ വന്നു കഴിയുമ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ പുറത്തുകൂടെ ഇങ്ങനെ നടത്തും. അതുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ നടത്തുന്നത്. പക്ഷേ ഇങ്ങനെ ഇതിനെ കണ്ടിട്ട് പൂച്ചകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നേ. കരയുമായിരുന്നു പൂച്ചകളൊക്കെ, ഇതിനെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ പട്ടിയും ഉണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ അതുമൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. നമ്മൾ മാറുന്ന സമയം നോക്കിയിട്ട് അതിനെ പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെ നിർത്തിയിട്ട് പിന്നെ അകത്തോട്ട് കയറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് കാണാം.